Hello everyone, welcome to our Desaru vlog. നമ്മുടെ മൗണ്ട് ഓസ്റ്റൻ വ്ളോഗ് കണ്ടവർക്കൊക്കെ തന്നെ അറിയായിരിക്കുമല്ലോ. വി ഹാഡ് സ്റ്റാർട്ടഡ് ഓഫ് അവർ ജേർണി ടു ദസാറു. സോ നമ്മൾ ഡ്രൈവ് ചെയ്ത് വി ഫൈനലി റീച്ച്ഡ് ആ സ്റ്റേ തുന്നമായ. നമ്മുടെ പ്രീവിയസ് വ്ളോഗ് കണ്ടിട്ട് ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക് തന്നായിരുന്നു കേട്ടോ. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു ഫോർ ഓൾ സപ്പോർട്ട്. എസക്ക് വന്ന പാട് തന്നെ എല്ലാവരുടെയും ബാഗും ചെരുപ്പും ഒക്കെ എടുത്ത് ഓർഗനൈസിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞത് ഐസക്ക് അടുത്ത കലാപരിപാടി തുടങ്ങി കേട്ടോ. എല്ലാത്തിനോടും ഇപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരു ഫേസാണ് കേട്ടോ ഐസക്കിനിപ്പോൾ. ഡിന്നറൊക്കെ കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഈ സ്ഥലം നല്ല രസമല്ലേ കാണാൻ. ഇനിയിപ്പോൾ മോർണിംഗ് ആയിട്ട് വേണം ഇതൊക്കെ ഒന്ന് കാണാൻ ഓർത്ത് ഞങ്ങൾ ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി പോയി കേട്ടോ. അവിടെയാണെങ്കിൽ വുഡ് ഫൈ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇറ്റ് വാസ് ക്ലോസ്ഡ്. സോ ഞങ്ങൾ വേറൊരു ഷോപ്പ് എവിടെയെങ്കിലും പോകാൻ നോക്കി ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. എസക്കിൻ്റെ കളി കണ്ടില്ലേ. ഇപ്പം മൊത്തം വലിയ ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യണം, അപ്പ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഡ്രൈവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കളികളാണ് കേട്ടോ. ഓരോ ഫേസിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങോട്ട് പോവാം? മലയാളത്തിൽ പറ. അല്ല, എന്തിനാ പോകുന്ന ബാത്റൂമില്? മലയാളത്തിൽ. Good morning from Desaru. This indeed was a very good morning കേട്ടോ. ഞാനും ക്രിസ്റ്റിനും നേരത്തെ എണീറ്റ് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് സൺറൈസൊക്കെ എൻജോയ് ചെയ്ത് ആ വേവ്സിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എസക് ഇനി എണീറ്റിട്ടില്ല കേട്ടോ. വർക്കൊന്നും ഇല്ലാണ്ട്, എസക്കിന് സ്കൂളും ഇല്ലാണ്ട് ഇങ്ങനെ കഡിൽ ചെയ്തോണ്ട് ക്രിസ്ത്യൻ, എസക് ആൻഡ് മീ അങ്ങനെ ഇരിക്കാൻ പറ്റിയ മോർണിംഗ്സ് അല്ലേ. ആൻഡ് ദാറ്റ്സ് സോ സോ സ്പെഷ്യൽ ഫോർ അസ്. എസക് ഒരു വാട്ടർ ബേബിയാണ് കേട്ടോ. ലെറ്റ് ഇറ്റ് ബി ബീച്ച്, പൂൾ ഓർ വാട്ട് എവർ, ഹീസ് ഓൾവേസ് റെഡി ആൻഡ് ഹീസ് സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ മോർണിംഗ് വലിയ തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ, സണ്ണൊക്കെ വരുന്നതിന് മുന്നേ പൂളിൽ പോയിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടി നമ്മൾ കുട്ടി കുട്ടി എഫേർട്സ് എടുക്കില്ലേ. ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ എന്നെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്കാണെങ്കിലും ക്രിസ്ത്യൻ എന്തൊക്കെ ചെയ്താലാണ് ഹാപ്പി ആവാമെന്ന് അറിയാം. സോ അങ്ങനെയുള്ള കുട്ടി കുട്ടി എഫേർട്സ് ഞാനും എടുക്കും. അതുപോലെ തന്നെ എസക്കിനെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവന് ലേറ്റർ ഓർക്കുമ്പോൾ നല്ലൊരു മെമ്മറബിൾ ചൈൽഡ്ഹുഡ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് ഞങ്ങൾ എടുക്കാൻ ട്രൈ ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ബീച്ചാണ് കേട്ടോ. നമ്മുടെ വാട്ടർ ബേബി ആണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് ബീച്ച് കണ്ടപ്പോൾ തൊട്ട് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. എസക്കിനെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊന്ന് റിമൈൻഡ് ചെയ്തായിരുന്നു. പക്ഷെ പുള്ളിയാണെങ്കിൽ ഒന്നും കേൾക്കാത്ത പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. അമ്മ ക്യാൻ വി പ്ലേ ഫോർ സം മോർ ടൈം എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് സമ്മതിച്ച് കൊടുക്കാൻ പറ്റാണ്ടായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തോട്ടെ. നമ്മളും ഭയങ്കര യങ് ആവുന്ന പോലെ തോന്നും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും. ഇറ്റ്സ് സോ നൈസ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇറ്റ്സ് സോ നൈസ് ടു ബി വിത്ത് ദം. സിംഗപ്പൂർ ഇസ് ലൈക്ക് സൂപ്പർ ക്രൗഡഡ് ദീസ് ഡേയ്സ്. എന്താ പറയുക, നിറച്ചും ആൾക്കാരും തിരക്കും ഒക്കെ ആയിട്ട്. സോ വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ റിസോർട്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് ഒരു അലോൺ ടൈം, ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ളൊരു ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഒരു ഡ്രൈവും ആവും. പിന്നെ 1.5 hours ജേർണി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് യു ക്യാൻ കം ഹിയർ, ഹാവ് സം ഗുഡ് ടൈം. ബൈ ദ വേ എസക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് തന്നെ. ഞങ്ങളവിടെ 1 night സ്റ്റേ ചെയ്യാനേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചുമ്മാ ദസറൊക്കെ ഒന്ന് കറങ്ങാം അങ്ങനെയൊക്കെ ഒരു പ്ലാനിലായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേനും എല്ലാം അറേഞ്ച് ചെയ്തു. റൂമൊക്കെ നമ്മൾ വന്ന പോലെ തന്നെ ആക്കി ക്ലീൻ ആക്കി തിരിച്ചു കൊടുത്തു. പോകുന്നതിന് മുന്നേ എസക്കിൻ്റെ കൂടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്.
എസക്കിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം കേട്ടോ, ഞങ്ങളുടെ 2 പേരുടെയും ഹാർഡ് വർക്ക് അതിന് പിന്നിലുണ്ടെന്ന്. അങ്ങനെ ഫോട്ടോ എടുക്കൽ മഹാമഹത് കഴിഞ്ഞു കേട്ടോ. എസക്കിൻ്റെ ആ പോക്ക് കണ്ടില്ലേ, അത്ര പിടിച്ചിട്ടില്ല പുള്ളിക്ക്. ഐ ഹോപ്പ് ഈസ് ഗonna താങ്ക് മീ ലേറ്റർ ആഫ്റ്റർ സീയിങ് ഓൾ ദീസ് ഫോട്ടോഗ്രാഫ്സ് വെൻ ഹി ഗ്രോ അപ്പ്. നമ്മൾ ഇന്നലെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ക്ലോസ്ഡ് ആയിരുന്ന ആ റെസ്റ്റോറൻറ്റില്ലേ, അതാണ് കേട്ടോ ഇത്, വുഡ് ഫയർ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോകണം എന്ന് വെച്ച് പോയതല്ല കേട്ടോ, തുണമായൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. പിന്നെ ആംബിയൻസ് ഒക്കെ നല്ലതായിരുന്നു. സോ വി തോട്ട് വീൽ ഗിവ് എ ട്രൈ. സോ യൂഷ്വലി നമ്മുടെ ട്രിപ്സൊക്കെ പോകുമ്പം എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അടിപൊളിയായിട്ടൊരു സംഭവം നടക്കില്ലേ, അതുപോലൊരു സംഭവമായിരുന്നു ഈ ബർഗർ. അതിൻ്റെ ഒരു ബൈറ്റ് എടുത്തപ്പോഴത്തേനും ചുറ്റുമുള്ളതൊന്നും കാണൂല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ സ്മോക്ഡ് ബർഗർ വിത്ത് ബീഫ് പാറ്റി ഫ്രം വുഡ് ഫയർ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും നോക്കുന്നതല്ല കേട്ടോ, പക്ഷേ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ. സ്മോക്ഡ് ബർഗർ ആണ് കേട്ടോ ഭയങ്കര അടിപൊളി. ക്രിസ്റ്റൻ ആക്ച്വലി ഓർഡേർഡ് ഗോമേ ബർഗർ, ബട്ട് ദാറ്റ് ആക്ച്വലി വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ബട്ട് ദെൻ ദിസ് സ്മോക്ഡ് ബർഗർ, ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഞങ്ങളങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ദെസാറുവിൽ ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ചെയ്യാൻ. ഇപ്പോൾ ദെസാറു കോസ്റ്റ് അഡ്വെഞ്ചർ വാട്ടർ പാർക്ക് ഉണ്ട്, പിന്നെ ദെസാറു ഫ്രൂട്ട് ഫാം ഉണ്ട്, പിന്നെ ദർ ഇസ് എ മിനി സൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എസക്കിന് കുറച്ചും കൂടി ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ കുറച്ചും കൂടി എൻജോയ് ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ട് വി തോട്ട് വിൽ ഗോ ടു മിനി സൂ. നമ്മളിതാ മിനി സൂ എത്തി കേട്ടോ. ഇത് നമ്മുടെ സിംഗപ്പൂർ സൂവിൻ്റെ അത്രയും വലിയ സൂ ഒന്നും അല്ല കേട്ടോ, ഇറ്റ്സ് എ സ്മോൾ വൺ. ബട്ട് ദെൻ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. സോ ഇനീഷ്യലി നമ്മളവിടെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് കുറച്ച് വെജീസൊക്കെ തരും. സോ ഈച്ച് ആനിമൽസിന് ഇന്ന വെജീസേ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. സോ ഇവിടെ എസക്കും ക്രിസ്റ്റിനും കൂടി കൊടുക്കുമായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു, കാരണം ഇവർ വന്നിങ്ങനെ ഫുഡ് ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര എനർജിയിലാണ് വന്ന് ഡാബ് ചെയ്യുന്നത് കേട്ടോ. സോ എൻ്റെ ആ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ടെന്ന്. എസക്ക് സത്യം പറഞ്ഞാൽ ഇത് തറവായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, കാരണം അവന് ആനിമൽസുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോറി ബുക്സിൽ വായിച്ചു കൊടുത്തും അങ്ങനെയൊക്കെ അല്ലേ. സോ അവൻ അതുമായിട്ടായിരുന്നു കേട്ടോ മൊത്തം റിലേറ്റ് ചെയ്ത് നോക്കുന്നത്. അവൻ്റെ സ്റ്റോറീസിലൂടെ അവൻ കേട്ടിട്ടുള്ള ആനിമൽസിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവന്. നമ്മൾ ഈ സൂവിൽ എൻറ്റർ ചെയ്ത സമയത്തൊക്കെ എസക്കിന് കുറച്ച് ടെൻഷനായിരുന്നു കേട്ടോ, ആനിമൽസിൻ്റെ അടുത്ത് പോകാനും ഫീഡ് ചെയ്യാനും തൊടാനും ഒക്കെ ആയിട്ട്. പക്ഷെ പോകെ പോകെ അവൻ്റെ ആ പേടിയൊക്കെ മെല്ലെ മെല്ലെ മാറി തുടങ്ങി കേട്ടോ, ഗ്രാജുവലായിട്ട്. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനും അവൻ എങ്ങനെയാണ് ആനിമൽസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടോ കേട്ടോ. ഇതാണ് കേട്ടോ ആൽപ്പക്ക. സോ ഈ ആനിമലിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. സോ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഐറ്റത്തിനെ വെറൈറ്റി ആയിട്ട് കണ്ടു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. എസക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബണി റാബിറ്റിനെയാണ് കേട്ടോ. സോ എസക്കിന് ഈ വെയിറ്റിംഗ് ഒക്കെ ആണെങ്കിലും ആൾക്ക് തൊടാൻ ഇച്ചിരി ടെൻഷനായിരുന്നു കേട്ടോ. സോ ക്രിസ്റ്റൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എസക്ക് ഇങ്ങനെ മെല്ലെ തൊട്ടാൽ മതി എന്നൊക്കെ. സോ ആദ്യമൊക്കെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു തൊടാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി, തൊടലായി, പിടിക്കലായി, പിന്നെ ആകെ ഞെക്കി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. റാബിറ്റ് എങ്ങനെ ഹോക്ക് ചെയ്യുന്നത്? റാബിറ്റ് എന്താ ഹോപ്പ് ചെയ്യാത്തതെന്ന് ചോദിച്ച് പുള്ളി ആകെ ടെൻഷനിലാണ് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ റാബിറ്റിനെ അങ്ങ് ഹോപ്പ് ചെയ്യിച്ചേക്കാന്നും പറഞ്ഞുകൊണ്ടുള്ള കളിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. റെക്കൂണിന് വലിയ മൈൻഡൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴത്തേനും നേരെ ഡീറിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ആദ്യം അധികം ആളൊന്നും ഇല്ലായിരുന്നു. എസക്കിൻ്റെ കയ്യിൽ ഫുഡ് കണ്ടപ്പോഴത്തേനും മെല്ലെ ആൾ കൂടാൻ തുടങ്ങി കേട്ടോ. എസക്കാണെങ്കിൽ ഡാഡി ഡിയർ, മമ്മി ഡിയർ, ബേബി ഡിയർ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും നെയിമൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. സൂവിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എസക്ക് ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ ഓഫ് റോഡ് പോകാൻ പറ്റിയൊരു വണ്ടിയുണ്ട്, അപ്പോൾ ക്യാൻ ഐ റൈഡ് ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്രിസ്റ്റിൻ്റെ അടുത്ത്. ക്രിസ്ത്യൻ ആണെങ്കിൽ ഓക്കെ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ കം ബാക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി അത് മറന്നുപോയി, പക്ഷെ ഐസക്ക് മറന്നില്ല. ഇത് ആക്ച്വലി ഐസക്കിന് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ഐറ്റം. ക്രിസ്ത്യൻ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഐസക്കിനെ നന്നായിട്ട് എൻകറേജ് ചെയ്ത് വിടും. ആ ചെളിയിലൊക്കെ അങ്ങ് ഇറക്കിക്കോ ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. അങ്ങനെ മിനി സൂവിലെ ഫണ്ണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഫ്രം ഹിയർ ഇറ്റ്സ് 1.5 hours ജേർണി ബാക്ക് ഹോം. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഞങ്ങളിതാ പോവാണ്. ഡ്രസ്സ് ആരാ വാങ്ങിച്ചെന്നറിയോ? അമ്മസ് ഫ്രണ്ട് ഗ്രേഷ്യ ആന്റി. പറ. Gracia auntie. Gracia auntie got this dress for Isaac baby. Do you like this dress? Yes. Then can you say thank you, Gracia auntie? Thank you, Gracia auntie. തിരിച്ചിങ്ങോട്ടുള്ള ഡ്രൈവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തതുകൊണ്ട് എല്ലാം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു കേട്ടോ അത്. നമ്മൾ തിരിച്ചത് ആ JBയിലേക്കാണ് കേട്ടോ ഇനി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ മെയിൻ ഫുഡ് അടി ആയിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഞാൻ ചെറുതായിട്ട് ക്രിസ്റ്റിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. JB പോയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മന്തി ട്രൈ ചെയ്താലോ എന്ന് കേട്ടോ. സോ ഞാൻ നേരത്തെ ഒരു നല്ല റെസ്റ്റോറൻ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് കാറും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോകാം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് കാർ വാഷ് ചെയ്യുന്നതിനെക്കാട്ടും വേ മോർ ചീപ്പറാണ് കേട്ടോ നമുക്ക് മലേഷ്യയിൽ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേനും ഇവിടുന്ന് അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ഹാപ്പി ആയല്ലോ. അങ്ങനെ ഒരു ക്വിക്ക് കാർ വാഷൊക്കെ കഴിഞ്ഞ് നമ്മളിതാ സൈറ്റൂണയിലെത്തി. സൈറ്റൂണ ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ മന്തി ഒരു രക്ഷയില്ല. ഞാൻ ആക്ച്വലി നമ്മുടെ മുന്നത്തെ വ്ളോഗിൽ കഴിച്ച മന്തിനേക്കാളും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ച്വലി പറഞ്ഞാൽ ആ മന്തി ഈ മന്തീൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. ക്വാണ്ടിറ്റിയും നന്നായിട്ടുണ്ടായിരുന്നു, പിന്നെ അവരുടെ സർവീസും ഭയങ്കര നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് സത്യം? നമുക്ക് കഴിഞ്ഞ തവണ കുനാഫ കഴിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ. അപ്പം ആ പരാതിയും ദേ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ അതും ട്രൈ ചെയ്തു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത്തവണ അതുകൊണ്ട് കരുതിക്കൂട്ടി ഞങ്ങൾ ഒരു കുനാഫയാണ് കേട്ടോ പറഞ്ഞത്. ഈ 2 എണ്ണം പറഞ്ഞായിരുന്നെങ്കിൽ ഒരു 1.5 ക്രിസ്ത്യൻ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണമാണ് ഇത്തവണ പറഞ്ഞത്. സോ അതാണ് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസക്കിൻ്റെ കയ്യിൽ ഞങ്ങൾ ഫോൺ കൊടുക്കാറില്ല കേട്ടോ. ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഫോൺ ഹോൾഡറും ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ ആണെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഫോൺ ഹോൾഡറാണ് കേട്ടോ, പ്ലാസ്റ്റിക് കവറും കൊണ്ട്. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? ഇതാ ഞങ്ങൾ വീടെത്താൻ ഇനി ഫ്യൂ മിനിറ്റ്സും കൂടെ ഉള്ളൂ കേട്ടോ. Grateful for all the memories we created together, and bye from Kristen, Eza and Isaac.